ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ അവിടെ വരലക്ഷ്മി അബ്ബയുടെ തലേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്, തമ്പ്ലൈനിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ തലേ ദിവസം മോൾക്ക് വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ കണ്ട കാഴ്ചകൾ ഞാൻ കുറച്ച് വീഡിയോ ആക്കിയതാണ് കേട്ടോ. ദേ പൂക്ക, പിന്നെ ആ ചേട്ടൻ്റെ കയ്യിൽ താമര പോലൊരു സാധനം ഇരിക്കുന്നില്ലേ, അത് നമ്മുടെ ഈ ഓലയില്ലേ, പനയുടെ പട്ട വെച്ചിട്ട് ഇങ്ങനെ കോർണർ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഉണ്ണിത്തണ്ടിൽ ഇതുണ്ടാവും, ആ ചേട്ട കുത്തുന്നതുണ്ട് കാണിക്കണ്ടേ, ഇങ്ങനെ കുത്തിയിട്ട് ഉണ്ടാക്കണ്ട. പിന്നെ നടുവിലൊരു പൂ പോലെ വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു സാധനങ്ങൾ. ഇത് ഇപ്പുറത്ത് ഇരുന്ന് അത് കട്ട് ചെയ്യുന്നുണ്ട്, അമ്മയും മോനുമാണ് തോന്നുന്നു. അവർ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് അവരുടെ അച്ഛനും മകനും തോന്നുന്നു, അവരവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നല്ല തിരക്കാണ്, റോഡിലൊക്കെ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും. മെയിനായിട്ട് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പൂക്കൾ, വള, അങ്ങനെ പഴങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വിഷുക്കണിക്ക് വെക്കുന്ന അതേപോലെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി കുറേ അധികം അലങ്കാര രീതിയിലാണ് ഇവർ ചെയ്യുക. അതുപോലെ മാവില, വാഴ ഒക്കെ വേണം. അതാണ് മാങ്ങയില വാങ്ങിച്ചിട്ട് പോണത്. ആ ഒരു സാധനം തന്നെ 20 രൂപ 50 രൂപ ആ റേഞ്ച് ഉണ്ടാവും. വാഴ അങ്ങനെ അവർ നോക്കുന്നുണ്ട്. ഒരു ജോഡി വാങ്ങിക്കണം കേട്ടോ. വാങ്ങിക്കുമ്പോൾ ഒരെണ്ണമായിട്ട് തരില്ല, ഒരു ജോഡിക്ക് 150 അങ്ങനെ ആ റേഞ്ച് ഉണ്ടാവും കേട്ടോ ആ വാഴയ്ക്ക്. പിന്നെ ഇതായി വളകൾ, വെറൈറ്റി കുപ്പിവളകൾ, വള ഭയങ്കര ഡിമാൻഡാണ്. റോഡ് സൈഡ് മൊത്തം ആൾക്കാരും. ഞാൻ എല്ലാവിടെയും പോയി വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് പറ്റിയില്ല. മോൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ വേറെ എവിടെയും പോയി എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ച് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെയുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാവരുടെയും പോകണം എന്നൊക്കെ വിചാരിച്ച, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും പറ്റിയില്ല. ഈ സമയത്തൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. അവിടെ പഴത്തിനൊക്കെ, ചെറുപഴത്തിനൊക്കെ 100-150 കിലോ അങ്ങനെ ആ റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഏട്ടായിടത്തുണ്ട് വിലയൊക്കെ വെച്ചു, എനിക്കിന്ന് വിലയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം കാണിച്ച ആ പൂവുണ്ടല്ലോ, പൂവ് ഒരു പൂജിക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഒരു മുളത്തിന് 45, അങ്ങനെ നല്ല റേറ്റാണ്. ഈ സമയത്ത് സാധനം വാങ്ങിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് റേറ്റ് ആയിരിക്കും കേട്ടോ. നേരത്തെ കൂട്ടി മേടിച്ച് വെക്കുന്നവരുണ്ട്. പൂവൊക്കെ ഒരാഴ്ച മുമ്പ്, ഇതിനൊരു 2-3 ദിവസം മുമ്പ് വരെ വില കൂടും. പഴത്തിനൊക്കെ ഒരാഴ്ച മുമ്പ് വില കൂടും. അല്ലാതെ സാധനങ്ങൾക്കൊക്കെ പൂവിനൊക്കെ 2-3 ദിവസം മുമ്പാണ് വില കൂടുക. അപ്പോഴേക്കൊക്കെ വാങ്ങിച്ച് വെക്കും. ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് താഴെയുള്ളവർ 4 മണിക്ക് എണീച്ച് എല്ലാം പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ടിലാണ് മാവിലൊക്കെ ഇങ്ങനെ കോർത്ത് തൂക്കി വെച്ചിട്ടുണ്ട്, കോലിട്ടിട്ടുണ്ട്, പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ തുളസി തൈക്ക് ഒരു ചരട് പോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് തുളസീനെയൊക്കെ പൂജിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അവർ. പിന്നെ അതുപോലെ തന്നെ ആ ചരട് ഫ്രണ്ടിൽ ദൈവത്തിന് അങ്ങനെയുള്ള എല്ലാവിടെയും കുത്തി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് ഇവർ പൂജ ചെയ്തിട്ട് വിളിക്കുക. പൂജയ്ക്ക് നമുക്ക് കുങ്കുമവും മഞ്ഞളും കുങ്കുമവും തരാൻ വേണ്ടി വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ട വീട്ടിൽ പോയതാണേ. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് തൊട്ട ബിൽഡിങ്ങിൽ ചേച്ചി വിളിച്ചാണ് കേട്ടോ. ഒരു ബ്ലൗസ് പീസും വളയും പഴവും പൂവും വെറ്റിലയും കൂട്ടാൻ തരിക. ഇത് അവൻ്റെ വീട്ടിൽ വെച്ചതാണ് കേട്ടോ. ലക്ഷ്മി ദേവീനെ ഇത്രയും കാര്യങ്ങൾ, ഇതിന് വ്രതവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചുമ്മാ വെക്കുകയെന്നല്ല. അപ്പോൾ പിന്നെ ഇത്രയും 2 വാഴ വെച്ചിട്ടുണ്ട്. ദേവീനെ നല്ല രീതിയിൽ ഒരുക്കി, താലിമാല, പൂക്കൾ, ഓർണമെൻറ്റ്സ്, മുടി, ഡ്രസ്സ്, പിന്നെ എല്ലാം അവൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒബ്ബഡ് എന്ന് പറഞ്ഞ സാധനം, പിന്നെ എല്ലാം വെച്ചിട്ടാണ് കേട്ടോ അവർ നെയ്യ് വിളക്ക് കൊളുത്തും. എനിക്ക് കിട്ടിയ ഇത് നമ്മുടെ തൊട്ട് താഴെയുള്ള ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവർ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവരും നമ്മൾ ബ്ലൗസ് പീസ് തരും, അല്ലാത്തവർ ഇങ്ങനെ മഞ്ഞളും കുങ്കുമം, ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഈ വീഡിയോ. അപ്പോൾ മഞ്ഞളും കുങ്കുമമൊക്കെ ആക്കി അവർ എന്നിട്ട് ഇങ്ങനെ തിരിച്ചിപ്പുറത്തോടെ എടുത്തിട്ട് വാങ്ങിക്കേണ്ടത്, ഞാൻ അതിൽ ചെയ്യാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അതിൽ വളയും പഴവും വെറ്റിലയും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വേറെ താഴത്തെ ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴാണ്. ഇങ്ങനെ കലശം വെച്ചിട്ട് എൻ്റെ ലക്ഷ്മി ദേവീനെ കുടിയിരുത്തിയിട്ട് അത്രയും ഗ്രാൻഡായും ചെയ്യും, ഇങ്ങനെ ചെറിയ രീതിയിലും ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഇങ്ങനെ വാങ്ങിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചാണ്, അവർ വിട്ടില്ല. ഞാനിത് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ വിട്ടില്ല കേട്ടോ അവർ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഒബ്ബഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഉപ്പേരി വെച്ചു, ബീൻസ് ഉപ്പേരി. പിന്നെ പച്ചക്കുള്ളൊരു സാധനം കേട്ടോ, അതായത് വേവിക്കൊന്നും ചെയ്യില്ല. ഉഴുന്ന്, കറിവേപ്പില, ക്യാരറ്റ്, പച്ചമുളക്, സബോള എല്ലാം കൂടി ഇട്ടുള്ളൊരു സാധനം. ഇതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ, ഇവിടുത്തെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഉരുളക്കിഴങ്ങും കടലയും കൂടി ഒരു മസാല. ഇങ്ങനത്തെ ഒരു സദ്യ, അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിലൊക്കെ പോയിട്ട് സദ്യ കഴിക്കുന്ന ആദ്യമാണ് കേട്ടോ. പിന്നെ ഇതേ അവർ ഒബ്ബഡ് വെച്ചു കേട്ടോ. ഒന്ന് മതി വെച്ചാൽ ഒന്ന് മതി എന്ന് പറഞ്ഞു. മധുരമല്ല എനിക്കത്. അപ്പോൾ അതുകൊണ്ട്
ഒന്ന് മതി എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മേലെ നെയ്യാണ് കേട്ടോ ഒഴിച്ച് തന്നത്. ഇനി നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുക. നല്ല നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. നമുക്ക് വാങ്ങിക്കാനും കിട്ടും കേട്ടോ കടകളിലൊക്കെ, പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ അപ്പോൾ കിട്ടിയെങ്കിലും ഷേപ്പും കാര്യങ്ങളൊന്നും വന്നില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഷേപ്പും കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. പരത്തിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. ഇതിനകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഫുൾ എണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴേ അത് പരത്തി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്ബട്ട് കഴിച്ച് കഴിഞ്ഞു. അടുത്തത് ചോറ് കൊണ്ടുവന്നു. ചോറ്, അവരുടെ സാമ്പാർ, അവരുടേതായ രീതിയിലൊരു സാമ്പാർ ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ഓണർ വെച്ച ദേവിൻ്റെ ഇതാണ് കേട്ടോ. ആ ഫോട്ടോ കൂടി വെക്കാൻ വിചാരിച്ചു. കണ്ടില്ല എത്ര വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ പൂജിക്കുന്നത്. എനിക്കും ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാവുമെന്ന് അറിയില്ല, വ്രതവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.